ബംഗളൂരുവിൽ വീട്ടുകാരുടെ വിശ്വാസം നേടിയെടുത്ത് വീട്ടുജോലിക്കാർ നടത്തിയത് വൻ കവർച്ച. പ്രമുഖ ബിൽഡറുടെ വീട്ടിൽ നിന്ന് കവർന്നത് 18 കോടി വിലമതിക്കുന്ന സ്വർണവും പണവും. കവർച്ചയ്ക്ക് പിന്നാലെ മുങ്ങിയ ദമ്പതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. 20 ദിവസം മുൻപാണ് നേപ്പാളി ദമ്പതിമാരായ ദിനേശും കമലയും മറാത്താഹള്ളിയിലെ കോൺട്രാക്ടറുടെ വീട്ടിൽ വീട്ടുജോലിക്കെത്തിയത്. കമല ഭക്ഷണം പാകം ചെയ്യാനും ദിനേശ് സെക്യൂരിറ്റി പണിക്കും. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീട്ടുകാരുടെ വിശ്വാസം നേടിയെടുത്ത ദമ്പതികൾ നടത്തിയത് സംസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ച വൻ കവർച്ച. ജനുവരി 25 രാവിലെ 9 മണി. വീട്ടുടമയും മറ്റു കുടുംബാംഗങ്ങളും ബന്ധുവീട്ടിലേക്ക് പോയ സമയം. ഇത് മുതലാക്കിയ ദമ്പതികൾ കവർച്ച ആസൂത്രണം ചെയ്തു. ഉച്ചയോടെ പുറമേ നിന്ന് സഹായികളെ എത്തിച്ച് ലോക്കറുകളടക്കം കുത്തിത്തുറന്ന് വജ്രവും സ്വർണവും പണവുമടക്കം വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈക്കലാക്കി. ഇത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടിലെ മറ്റൊരു ജോലിക്കാരെയാണ് കവർച്ചാ വിവരം ഉടൻ വീട്ടുകാരെ വിളിച്ചറിയിച്ചത്. ഉടനടി മോഷ്ടാക്കൾ കവർന്നെടുത്ത വസ്തുക്കളുമായി സ്ഥലം വിട്ടു. താഴത്തെ നിലയിലെ ലോക്കറിൽ നിന്ന് സ്വർണവും വജ്രാഭരണങ്ങളും ഉൾപ്പെടെ ഏകദേശം 10 കിലോയുടെ ആഭരണങ്ങൾ മോഷണം പോയതായാണ് പരാതി. 1-ാം നിലയിലെ ലോക്കറിൽ നിന്ന് ഏകദേശം 1.5 കിലോ സ്വർണ്ണാഭരണങ്ങളും 5 കിലോ വെള്ളിയും 11.5 ലക്ഷം രൂപയുമാണ് കവർന്നത്. കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് പ്രതികൾ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ചലനങ്ങളും ദിനചര്യകളും നിരീക്ഷിച്ചു. കവർച്ചാ സമയത്ത് UPS ഓഫ് ചെയ്ത് സുരക്ഷാ സജ്ജീകരണങ്ങൾ പ്രവർത്തനരഹിതമാക്കിയിരുന്നു. നേരത്തെ ഇവിടെയുണ്ടായിരുന്ന ദമ്പതിമാർ 8 മാസത്തോളം ജോലി ചെയ്ത ശേഷം ഈ മാസം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇവരാണ് ദിനേശിനെയും കമലയെയും വീട്ടുടമയ്ക്ക് പരിചയപ്പെടുത്തി നൽകിയത്. ഇവരെയും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനാണ് പോലീസ് നീക്കം. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.